പൊട്ടാമിയേന. അലക്സാൻഡ്രിയയിലെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു പൊട്ടാമിയേന. ലോകസുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ച ധനാഢ്യനായ ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു അവൾ. അദ്ദേഹം അവളെ പാപത്തിനു പ്രേരിപ്പിച്ചു. അവൾ സമ്മതിച്ചില്ല. എന്നാൽ ധനാഢ്യനായ ആ വ്യക്തി അവൾക്കെതിരെ മറ്റു പീഡനമാർഗങ്ങൾ അവലംബിച്ചു. അവൾ ഒരു ക്രിസ്ത്യാനിയാണെന്നും ചക്രവർത്തിയെ ധിക്കരിക്കുന്നുവെന്നും അവളെക്കുറിച്ച് പരാതിപ്പെട്ടു. തിളച്ച ടാറിലേക്ക് അവളെ വലിച്ചെറിയാൻ ചക്രവർത്തി കൽപ്പിച്ചു. അവൾ ന്യായാധിപനോട് അപേക്ഷിച്ചു, ചക്രവർത്തിയുടെ നാമത്തിൽ ഞാനങ്ങയോടപേക്ഷിക്കുന്നു. വിവസ്ത്രയാക്കാൻ എന്നെ അങ്ങ് വിട്ടുകൊടുക്കരുതേ. വസ്ത്രങ്ങളോടുകൂടി തന്നെ ഞാൻ തിളച്ച ടാറിലേക്കിറങ്ങാൻ എന്നെ അനുവദിച്ചാലും. ബസിലിഡസ് എന്ന വ്യക്തിയായിരുന്നു ശിക്ഷ നടപ്പാക്കാൻ നിയുക്തനായത്. അദ്ദേഹം അവളോട് ആദരപൂർവം പെരുമാറി. AD 202 സെപ്റ്റിമൂസ് സെവേരൂസ് ഭരണം നടത്തുമ്പോഴായിരുന്നു പൊട്ടാമിയേനയുടെ രക്തസാക്ഷിത്വം. പൊട്ടാമിയേന തന്നെ ബഹുമാന പുരസ്സരം രക്തസാക്ഷിത്വത്തിന് സഹായിച്ച ബസിലിഡസിനു വേണ്ടി പ്രാർത്ഥിച്ചു. അയാൾ മാനസാന്തരപ്പെട്ടു. പൊട്ടാമിയേന അയാൾക്ക് പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധയുടെ കരങ്ങളിൽ ഒരു കിരീടം ഉണ്ടായിരുന്നു. അവൾ അത് ബസിലിഡസിനെ ധരിപ്പിച്ചു. ക്രിസ്ത്യാനിയായിത്തീർന്ന അദ്ദേഹത്തെ ജയിലിലടക്കാൻ ഗവർണർ കൽപ്പിച്ചു. ജയിലിൽ വച്ച് അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഏറെ താമസിയാതെ അദ്ദേഹവും രക്തസാക്ഷിയായി.